ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വെറും രാഷ്ട്രീയത്തിനപ്പുറം വർഷങ്ങളുടെ പഴക്കമുള്ള സാംസ്കാരികവും നാഗരികവുമായ വേരുകൾ ഉള്ളതാണ്. പേർഷ്യൻ ഭാഷയും കലയും ഇന്ത്യൻ സംസ്കാരത്തിൽ ചെലുത്തിയ സ്വാധീനം ഇന്നും പ്രകടമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഭൗമ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പങ്കാളിയായിട്ടാണ് ഇരു രാജ്യങ്ങളും പരസ്പരം കാണുന്നത്. ഊർജം, സുരക്ഷ, വ്യാപാരം, മധ്യേഷ്യയിലേക്കുള്ള കണക്ടിവിറ്റി എന്നിവയിൽ ഇറാൻ ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ സ്വതന്ത്രമായ വിദേശ നയം മുറുകെ പിടിച്ച് ഇറാനുമായുള്ള സൗഹൃദം നിലനിർത്താൻ ഇന്ത്യ എന്നും ശ്രമിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഈ ബന്ധം നിർണായകമായ ഒരു കണ്ണിയാണ്. ഇന്ത്യ അടുത്ത സുഹൃത്താണെന്നും ഹോർമോസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ സുരക്ഷിതമായി കടത്തിവിടുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതൊരു നയതന്ത്ര ബന്ധത്തിന്റെയും വിജയം കൂടിയാണിത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം സംഭവിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു നയതന്ത്ര തീരുമാനം ഉണ്ടാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. വലിയ പ്രതീക്ഷ കൂടിയാണ് നമുക്ക് നൽകുന്നത്. കാര്യം നമുക്കറിയാം, ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. LPG ഒക്കെ കിട്ടാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് വരുന്ന ഈ വാർത്ത നമുക്ക് ഏറെ ആശ്വാസവും ഒപ്പം തന്നെ പ്രതീക്ഷയും നൽകുന്നതാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ നല്ലൊരു ശതമാനവും കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഈ കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാന്റെ കയ്യിലാണുള്ളത്. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗവും ഈ പാതയെ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടം സുരക്ഷിതമാണെന്ന് ഇറാൻ ഉറപ്പ് നൽകുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നൽകുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും ഇന്ത്യ ഇറാനുമായുള്ള ബന്ധം തകർക്കാതെ നിലനിർത്തി. ഒരു വശത്ത് അമേരിക്കയുമായി തന്ത്രപരമായ പങ്കാളിത്തം പുലർത്തുമ്പോൾ മറുവശത്ത് ഇറാനുമായുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരു രാജ്യങ്ങളുമായുള്ള സൗഹൃദം ബാലൻസ് ചെയ്യുന്നതാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയെ വിശ്വസ്ത സുഹൃത്തായി കാണാൻ ഇറാനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ ആരംഭിച്ച ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ലോകമെമ്പാടും ഇന്ധനവില ഉയരുകയും ഇന്ത്യയിൽ പാചകവാതക ക്ഷാമം ഉൾപ്പെടെ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. യുദ്ധ സാഹചര്യം കാരണം കപ്പൽ ഗതാഗതം ദുഷ്കരമായിരുന്നുവെങ്കിലും ഇന്ത്യയുമായുള്ള സൗഹൃദം കണക്കിലെടുത്ത് സുരക്ഷിതമായ പാത ഒരുക്കുകയായിരുന്നുവെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കപ്പലുകൾ ഇന്ത്യയിൽ എത്തുന്നതോടെ നിലവിൽ നഗരങ്ങളിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്ന പാചകവാതക പ്രതിസന്ധിക്ക് വലിയൊരളവിൽ ശമനമുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധം 2 ആഴ്ച പിന്നിടുമ്പോഴും ഉടനെ ഒന്നും അയവുണ്ടാകില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകില്ലെന്നാണ് ഇറാന്റെ ഉറപ്പ്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് ഇതെല്ലാം തുടങ്ങിക്കഴിഞ്ഞു പലരും. ഇതിനിടയിൽ ഇത് നിയന്ത്രിക്കാനായിട്ട് കർശനമായ ചില പരിശോധനകളെല്ലാം കേന്ദ്ര സർക്കാർ നടത്തി വരികയാണ്. അതും രാജ്യം മുഴുവനായിട്ട്. ഛത്തീസ്ഗഡിൽ 700-ലധികം സിലിണ്ടറുകൾ പൂർത്തിവെച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മിക്ക വീടുകളിലും ഇപ്പോൾ പാചകം ഗ്യാസിലാണ്. പണ്ടാണെങ്കിൽ വിറകടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ വിറകടുപ്പും ഉള്ളൂ. പക്ഷെ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ LPG കിട്ടാതാവുമെന്ന വാർത്തയൊക്കെ പുറത്തു വന്നതിന് ശേഷം വിറകിന്റെ വില കൂടി. അതിന്റെ ലഭ്യതയെക്കുറിച്ചും പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും എല്ലാ വീടുകളിലും വിറകടുപ്പില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഗ്യാസിന് ക്ഷാമം ഉണ്ടായാൽ നമ്മുടെ വീടുകളിലെ അടുക്കളയെ അത് വലിയ രീതിയിൽ ബാധിക്കും. ഇപ്പൊ ഈ വരുന്നത് വലിയൊരു ആശ്വാസ വാർത്തയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് കപ്പലുകൾ എത്തുന്നു എന്നുള്ളത് ഈ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. ഇറാൻ ഒരു ഉറപ്പുകൂടി നൽകുന്നുണ്ട്, ഇന്ത്യയിലേക്കുള്ള കപ്പലുകളെ ഒരു കാരണവശാലും തടയില്ല, അവയെ സുരക്ഷിതമായി തന്നെ കടത്തിവിടും എന്ന്. എങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ, പശ്ചിമേഷ്യയിൽ സംഘർഷം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞെന്ന് പറയാറായിട്ടില്ല. ഇറാനിലെ ഒരു പ്രധാനപ്പെട്ട ദ്വീപില് അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രത്യാക്രമണമായി ഇറാൻ തിരിച്ചടിക്കുമെന്നും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ വാർത്ത എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിലും പശ്ചിമേഷ്യയിൽ ഇങ്ങനൊരു യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇറാനിൽ പ്രതിസന്ധി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായി എത്തിക്കും എന്ന ഇറാന്റെ ഉറപ്പ് നമ്മുടെ നയതന്ത്ര വിജയം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് വഴി കടക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നതല്ല. നേരത്തെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ ഇറാൻ കൊണ്ടുവന്നിരുന്നു. ഇതോടുകൂടി ലോകമെമ്പാടും ഇന്ധന പ്രതിസന്ധി വലിയ രീതിയിൽ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ വരുന്നത് നമുക്കൊരു ആശ്വാസ വാർത്ത തന്നെയാണ്.